സംസ്ഥാന കോർപ്പറേഷൻ കെഎസ്ആർടിസിക്ക് നൽകിയ ഈ ബസ്സുകൾ നഗരത്തിൽ മാത്രം സർവീസ് നടത്തിയാൽ മതിയെന്ന് തിരുവനന്തപുരം മേയർ വി രാജേഷ്. തലസ്ഥാനത്തെ കോർപ്പറേഷൻ അഴിച്ചുപണിയിൽ വീർപ്പുമുട്ടുകയാണ് ഇടതു സർക്കാർ. അഴിമതിയും പകൽക്കൊള്ളയും ഓരോന്നായി പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ബി മേയർ. ഇങ്ങനെ പോയാൽ അഴിമതിയുടെ ഒരു കൂമ്പാരം തന്നെ പുറത്താകുമെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല, ഈ ബസ്സുകൾ ഉടൻ തിരിച്ചെത്തിക്കുമെന്നും രാഷ്ട്രീയ സമ്മർദ്ദം കാരണമാണ് മറ്റ് സ്ഥലങ്ങളിൽ ബസ് ഓടിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. നഗരത്തിന് പുറത്തേക്ക് നൽകിയ ഈ ബസ്സുകൾ ഉടൻ തിരിച്ചെത്തിക്കണമെന്നും കോർപ്പറേഷന് കൃത്യമായി ലാഭവിഹിതം കിട്ടണമെന്നും മേയർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. മേയറായി ചുമതലയേറ്റതിന് പിന്നാലെയാണ് വി രാജേഷിന്റെ ഈ നീക്കം. കരാർ മാറ്റാൻ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് അധികാരമില്ല. ബസ്സുകൾ കേന്ദ്രം തിരുവനന്തപുരം കോർപ്പറേഷന് നൽകിയതാണ്. കോർപ്പറേഷന് കിട്ടിയത് കോർപ്പറേഷനിലുള്ളവർക്ക് ഉപകാരപ്പെടണമെന്നും കെഎസ്ആർടിസിയുമായുള്ള കരാർ രേഖകൾ പരിശോധിക്കുമെന്നും വി രാജേഷ് പറഞ്ഞു. എന്നാൽ ഈ ബസ്സുകളുടെ കാര്യത്തിൽ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഇതുവരെ പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. നാളെ ഇത് സംബന്ധിച്ച് മന്ത്രി ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് വൃത്തങ്ങൾ പറയുന്നത്. തിരുവനന്തപുരത്ത് ബി ഭരണസമിതി ചുമതലയേറ്റതിന് പിന്നാലെ കൗൺസിലർ ആർ ശ്രീലേഖയും വി.കെ. പ്രശാന്ത് എം.എൽ.എയും തമ്മിൽ കെട്ടിട ഓഫീസുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായിരുന്നു. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന വി.കെ. പ്രശാന്ത് എം.എൽ.എയുടെ ഓഫീസ് ഒഴിയണമെന്നാണ് ശ്രീലേഖ ആവശ്യപ്പെട്ടത്. ഇതിനെ മയപ്പെടുത്തുന്ന നിലപാടാണ് വി രാജേഷ് കൈക്കൊണ്ടത്. കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്താനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തീരുമാനം. അതേസമയം കോർപ്പറേഷനിലെ ഈ ബസ് തർക്കത്തിൽ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചിരുന്നു. പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ടെന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. വാർത്താ സമ്മേളനത്തിലായിരുന്നു ശിവൻകുട്ടിയുടെ പ്രതികരണം. ഈ ബസ്സുകൾ നഗരപരിധിയിൽ മാത്രം ഓടിയാൽ മതിയെന്നും ബസ്സുകൾ ഉടൻ തിരിച്ചെത്തിക്കണമെന്നും മേയർ വി രാജേഷ് നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ശിവൻകുട്ടി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനവിധി മാനിക്കുന്നു. പ്രതിപക്ഷമെന്ന നിലയിൽ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കും. പ്രധാനമന്ത്രിയും വരുമ്പോൾ കുറച്ചു കാര്യങ്ങൾ പറയാനുണ്ട്. തെരുവുനായ ശല്യം ഒഴിവാക്കാനുള്ള നടപടി ആവശ്യപ്പെട്ട് മേയർക്ക് കത്ത് നൽകണം. ഇടതുമുന്നണി യോഗത്തിൽ PM ശ്രീയെക്കുറിച്ച് വിമർശനമുണ്ടായെന്ന വാർത്തകൾ വരുന്നത് എന്തടിസ്ഥാനത്തിലെന്ന് അറിയില്ല. കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ടാണിത്. മുഖ്യമന്ത്രിക്കെതിരെ വലിയ വികാരമെന്നും ചില വാർത്തകൾ കണ്ടു. മുഖ്യമന്ത്രിക്കെതിരെ ഒരു വികാരവുമില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. ആരുടെയെങ്കിലും കുറവ് കൊണ്ടല്ല തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി. ഇത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണുള്ള പ്രചാരണമാണ്. കോൺഗ്രസ് RSSന്റെ റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറുകയാണ്. LDFനെ തോൽപ്പിക്കാൻ പച്ചയായ വോട്ട് കച്ചവടം നടത്തുന്നു. പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് ആരും BJPയിൽ പോയിട്ടില്ല. കെ മുരളീധരന്റെ വീട്ടിൽ നിന്നാണ് BJP കോൺഗ്രസ് പാലം. PM ശ്രീ ഇപ്പോൾ നടപ്പാക്കുന്നില്ല. അതിനാൽ ഉടൻ സമിതി ചേരേണ്ട കാര്യമില്ല. നഗരസഭാ കെട്ടിടങ്ങൾ ദുരുപയോഗം ചെയ്യുന്നെങ്കിൽ കോർപ്പറേഷൻ പരിശോധിക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ കോർപ്പറേഷന്റെ അധികാരങ്ങളും സർക്കാർ അധികാരങ്ങളും തിരിച്ചറിയണമെന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇങ്ങനെയുള്ള മുട്ടാപ്പോക്ക് പ്രതികരണങ്ങൾ BJP കള്ളത്തരം പുറത്തു കൊണ്ടുവരുമ്പോഴുള്ള പ്രഹസനമാണെന്ന് നിലവിലെ പൊതുജന സംസാരം. എന്നിരുന്നാലും തലസ്ഥാന നഗരത്തിൽ അടിയന്തരമായി നടപ്പിലാക്കുന്നതിന് തന്റെ മനസ്സിലുള്ള പദ്ധതി ഏതെന്ന് വി രാജേഷ് വെളിപ്പെടുത്തിയിരുന്നു. ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കുമെന്നും തെരുവുനായ പ്രശ്നമാണ് അടിയന്തരമായി പരിഹരിക്കാമെന്ന് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 2036 ഇന്ത്യ ഒളിമ്പിക്സിന് വേദിയാകുമ്പോൾ ഒരു മത്സര ഇനം തിരുവനന്തപുരത്ത് നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം അഴിമതിക്കെതിരായ പോരാട്ടം ഭരണത്തിലെത്താൻ സഹായിച്ചു. ശക്തമായ പ്രതിപക്ഷമുള്ളതിനെ സന്തോഷത്തോടെയാണ് കാണുന്നത്. തിരുത്തൽ ശക്തിയായ പ്രതിപക്ഷമുള്ളപ്പോഴാണ് ആരോഗ്യപരമായ സംവാദങ്ങൾ ഉണ്ടാവുന്നതെന്നും വി രാജേഷ് പറഞ്ഞു. ഒരുപാട് പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമാണ് വിജയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.